ചെയ്യാൻ പാടില്ലാത്ത ചില ബിസിനസ്സുകളുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ് എസ്പെഷ്യലി യുവാക്കളോടാണ്. ആഹാ, അതേതൊക്കെയാണ്? ട്രേഡിങ്, ഓൺലൈൻ ട്രേഡിങ്. നിങ്ങൾക്ക് എത്ര പൈസ കിട്ടിയാലും ഇത് ചെയ്യരുത്. ട്രേഡ് ചെയ്ത് ഒരുപാട് പേര് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കുറെ ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടാക്കലല്ല ബിസിനസിന്റെ നമ്മൾ ലക്ഷ്യം. ആദ്യം പറഞ്ഞ പോലെ ഒരു മനുഷ്യന്റെ എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? അവിടെയാണ് ചോദ്യം. ഒരു മനുഷ്യന്റെ എന്ത് പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണേ? ട്രേഡിംഗ് മനുഷ്യന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല ഒന്നാമത്തത്. പക്ഷെ ഓന് പ്രശ്നം ഉണ്ടാക്കണുണ്ട്. ഓന് മെന്റൽ ഹെൽത്ത്, ആരെങ്കിലും ട്രേഡിംഗുകാരൻ ദീർഘായുസ് ഉണ്ടാവില്ല. ഓന് മുമ്പേ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു, സമാധാനം ഉണ്ടാവും. അപ്പൊ പൈസ കിട്ടുകയാണെങ്കിൽ പോലും ചെയ്യുന്നവന്. കാരണം നമ്മുടെ ഗോള് പൈസ ഉണ്ടാക്കലല്ലോ. പൈസ കിട്ടുന്നുണ്ടെങ്കിലും ട്രേഡ് ചെയ്യരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങളും ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഡോക്ടർ അബ്ദുസ്സലാം ഒമർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈലിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ പ്രചരിച്ചിട്ടുള്ളത്. ഓക്കെ, വിത്ത് ഓൾ റെസ്പെക്ട്, അദ്ദേഹം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മളിവിടെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ട്രേഡിംഗ് മനുഷ്യന്റെ എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് ട്രേഡിംഗ് പരിഹരിക്കുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പരിഹാരം, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ട്രേഡിങ്ങിനെ മാറ്റാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് ചെയ്ത പൈസ കൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലേക്ക് അരി വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നത്, അത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരായിക്കോട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അതല്ല ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസോ ഈവൻ ലീഗലി ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് ട്രേഡിങ്ങിനെ മാറ്റാവുന്നതാണ്. പക്ഷേ ട്രേഡിംഗ് ചെയ്യുന്ന 90% ആളുകളും നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദം. അതുകൊണ്ട് ട്രേഡിംഗ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള മറുപടി നമുക്ക് അവസാനം കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമുക്ക് പേഴ്സണലി, എനിക്ക് ഒരു ട്രേഡർക്ക് പേഴ്സണലി കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, ഒരു മാർക്കറ്റിലേക്ക്, ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ എക്സാമ്പിളിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ട്രേഡേഴ്സ് മാത്രമല്ല, ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിനും, എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനും സ്റ്റാർട്ടപ്പുകളുടെ IPOക്കൾക്കൊന്നും എതിരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, വലിയൊരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് പോകുന്നത് കമ്പനികളുടെ ഷെയറിലേക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ റിലയൻസിന്റെയോ ടാറ്റാ സ്റ്റീലിന്റെയോ HDFC ബാങ്കിന്റെയോ കുറച്ച് സ്റ്റോക്കുകൾ ലോങ് ടേമിലേക്ക് വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ വെറും ഇൻവെസ്റ്റേഴ്സ് മാത്രം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ലിക്വിഡിറ്റി കിട്ടിക്കോളണമെന്നില്ല. അതായത് നിങ്ങളൊരു വലിയ ക്വാണ്ടിറ്റിയുടെ സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് അപ്പുറത്ത് വിൽക്കാൻ ആളുണ്ടാവണം. അപ്പോൾ ഈ വാങ്ങൽ വിൽക്കൽ പ്രക്രിയ സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് അപ്പുറത്ത് വിൽക്കാൻ ആളുണ്ടാവണം, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വിൽക്കാൻ പോകുന്ന സമയത്ത് അപ്പുറത്ത് വാങ്ങാൻ ആളുണ്ടാവണം. നല്ല രീതിയിൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാവണം. ഈ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ട്രേഡേഴ്സിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രം ഉണ്ടായത് കണ്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റോക്കുകൾ വാങ്ങാനും കയ്യിലുള്ള സ്റ്റോക്കുകളെ വിറ്റൊഴിവാക്കാനും, ആവശ്യമുള്ള സമയത്ത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാനും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളെ വിറ്റൊഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിന് IPOയുടെ ലെവലിലേക്കൊക്കെ എത്താനും, അങ്ങനെ കമ്പനിയുടെ ഷെയറുകൾ IPO ചെയ്യുന്ന സമയത്ത് ആ IPO നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ വരാനും വെറും ഇൻവെസ്റ്റേഴ്സ് മാത്രം അവിടെ ഉള്ളത് കൊണ്ട് കാര്യമില്ല. മറിച്ച് അവിടെ മാർക്കറ്റിനെ സ്പെക്കുലേറ്റ് ചെയ്യുന്ന, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഡേ ട്രേഡേഴ്സും സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ ഒക്കെ ആവശ്യകത ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. മൂന്നാമത്, ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് മറ്റൊരു ഗുണമാണ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ അവരുടെ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, അവർക്ക് പെട്ടെന്നൊരു മാർക്കറ്റ് ക്രാഷോ മറ്റൊക്കെ വരും എന്നുള്ളൊരു ടെൻഷനും മൈൻഡിലുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ റിസ്ക് ട്രേഡേഴ്സിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് അവരുടെ റിസ്ക് ട്രേഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിലൊക്കെ ഒരുപാട് പൊസിഷൻസ് ഒക്കെ, ഒരുപാട് ലോങ് ടേം ഹോൾഡിങ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഹോൾഡിങ്സുകൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ പൊസിഷനെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഹെഡ്ജ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഹെഡ്ജേഴ്സ് മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല. ഡെഫിനറ്റ്ലി അവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡേഴ്സ് വേണം. കൂടുതൽ ടെക്നിക്കൽ ടേമിലേക്ക് ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കാനാണെങ്കിൽ, ഒരു വിമാന കമ്പനി വിചാരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഓയിലിന്റെ പ്രൈസ് അല്ലെങ്കിൽ വിമാനത്തിലേക്ക് അടിക്കുന്ന ഇന്ധനത്തിന്റെ വില കൂടാൻ സാധ്യതയുണ്ട്, ക്രൂഡ് ഓയിലിന്റെയും മറ്റൊക്കെ വില കൂടാൻ സാധ്യത ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു വില കൂടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്
ഒരു ക്രൂഡ് ഓയിലിന്റെ മറ്റോ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാവുന്നതാണ്. അപ്പൊ അവിടെ വെറും ഹെഡ്ജേഴ്സ് മാത്രം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്ന സ്പെക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പനികൾക്കും മറ്റുമൊക്കെ അവരുടെ പൊസിഷൻസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ ഹെഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരുപാട് ടാക്സസ് ഗവൺമെന്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആയിട്ടും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ടും ഈവൻ ഇൻകം ടാക്സ് ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് ടാക്സ് എമൗണ്ട് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്നും നമ്മുടെ എക്കണോമിയിലേക്ക് എത്തുന്നുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ട്രേഡിംഗ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. പിന്നീട് ഇദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവില്ല, അവർക്ക് ദീർഘായുസ് കുറവായിരിക്കും, ഈവൻ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നൊക്കെ. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഇരുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാകാനാണ് സാധ്യത. കാരണം ഇങ്ങനൊരു സ്റ്റഡി ഒന്നും പുറത്തു വന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ദീർഘായുസ് കുറവാണ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഏതൊരു ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മറ്റേത് ജോലിക്കും ഉള്ളതുപോലെ തന്നെയുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും ഒരു പക്ഷേ ട്രേഡിങ്ങിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സുകൾ. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, ഒരു SI റാങ്കിലോ CA റാങ്കിലോ ഒക്കെ ഉള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തോരം സ്ട്രെസ് അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്തിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് പോലീസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യരുത്, അതൊരു സ്ട്രെസ്ഫുൾ ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടാവും, പെട്ടെന്ന് നിങ്ങളുടെ ദീർഘായുസ് കുറയും എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്. അതൊരു പോലീസുകാരനാണെങ്കിലും ഒരു ട്രേഡർ ആണെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലും ഒരു ബിസിനസ് കോച്ച് ആണെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്കും അവരുടേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്ട്രെസ് ഉള്ളത് കൊണ്ട് മാത്രം ഒരു ജോലിയിലേക്ക് കടന്നു വരരുത് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം നമ്മൾ എടുക്കുന്ന സ്ട്രെസ്സിനും ഒക്കെ നമുക്ക് അവിടെ പെയ്ഡ്, നമുക്ക് അതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ എന്ത് തന്നെ ആയാലും, ഇൻക്ലൂഡിങ് ട്രേഡിംഗ് ആയാലും, അത് നിങ്ങൾക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ, അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ജോലിയോ ബിസിനസ്സോ തുടർന്ന് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ റീതിങ്ക് ചെയ്യാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി ട്രേഡിങ് കുറച്ചും കൂടെ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കറക്റ്റ് വേല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ട്രേഡിൽ നിന്ന് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത്, എത്ര രൂപ നഷ്ടപ്പെടുന്നു, ആ നഷ്ടപ്പെടുന്ന എമൗണ്ട് നമ്മുടെ റിസ്ക് ആപ്പറ്റൈറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനു ടെൻഷൻ ആവണം? അപ്പൊ വ്യക്തമായിട്ട് പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചുകൊണ്ട് റിസ്ക് മാനേജ് ഒക്കെ ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. സോ നമുക്ക് അറിയാവുന്ന ഔട്ട്പുട്ടിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കുറെ ഒന്നും സ്ട്രെസ്ഫുൾ ഇല്ലാതെ തന്നെ നമ്മുടെ കൊണ്ടുപോകാൻ പറ്റും കറക്റ്റ് വേല് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ അതിന്റെ കൂടുതൽ ടെക്നിക്കൽ ടേമിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പാരിറ്റീവ്ലി നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സൊക്കെ കുറച്ച് മാക്സിമം ഏതൊരു ജോലി ചെയ്യുന്ന പോലെയും അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ലാഘവത്തോടു കൂടെയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ട്രേഡിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ട്രേഡ് ചെയ്യുന്ന 90% ആളുകൾ നഷ്ടം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ട്രേഡിംഗ് ചെയ്യണ്ട എന്നുള്ളത്. ഓക്കെ, ട്രേഡ് ചെയ്യുന്ന 90% ആളുകളും പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അദ്ദേഹത്തോട് എഗ്രി ചെയ്യുന്നു. പക്ഷേ നഷ്ടമുണ്ടാക്കുന്നു അല്ലെങ്കിൽ സക്സസ് റേറ്റ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് വരരുത് എന്ന് പറയുന്നതിലുള്ള ലോജിക്കാണ് മനസ്സിലാവാത്തത്. IAS എക്സാം എഴുതുന്ന 99% ആളുകൾ നഷ്ടം അല്ലെങ്കിൽ അതിൽ നിന്ന് ഫെയിൽഡ് ആകുന്ന ആളുകളാണ് എന്ന് കരുതി IAS എക്സാം എഴുതരുതെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, നീറ്റ് എക്സാമുകളോ JEE മെയിനോ ഈവൻ PSC എക്സാം ഒക്കെ എഴുതുമ്പോൾ അതിലെ 95% ആളുകളും ഒരു റാങ്ക് ലിസ്റ്റിലും എവിടെയും വരാൻ പോകുന്നില്ല എന്ന് കരുതി നിങ്ങൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റും. ഈവൻ സ്റ്റാർട്ടപ്പുകൾ പോലും കണക്കുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്റ്റാർട്ടപ്പുകളും ഫെയിൽഡാണ്. ഓക്കെ, എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് കടന്നു വരരുത്. സ്റ്റാർട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാകും, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ.
അപ്പൊ അതുകൊണ്ട് ഈ വക ഫീൽഡിലേക്ക് കടന്നു വരരുത് എന്ന് പറയുന്നതിലെ ലോജിക്കാണ് മനസ്സിലാവാത്തത്. എന്തുകൊണ്ട് 90% ട്രേഡേഴ്സും നഷ്ടം ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രേഡിങ്ങിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു എൻട്രി ബാരിയർ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. അവിടെ പ്രത്യേകിച്ച് ഒരു എൻട്രി ബാരിയർ ഒന്നുമില്ല. നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്നാരും ചോദിക്കുന്നില്ല. ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടോ, അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യുമെന്ന് ആരും ചോദിക്കുന്നില്ല. ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല. എൻട്രി ബാരിയേഴ്സ് അവിടെ കുറവാണ്. സ്വാഭാവികമായിട്ടും യാതൊരു എൻട്രി ബാരിയറും ഇല്ലാത്തൊരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലോസ് ഉണ്ടാവാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതലുള്ളത്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു എഞ്ചിനീയർ വന്ന് പാലം പണിയും, ഒരു നോളജും ഇല്ല, ഒരാൾ പാലം പണിത് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു വീഴാൻ തന്നെയാണ് സാധ്യത. എന്നാൽ വ്യക്തമായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയർ ആണ് ഒരു പാലം പണിയുന്നതെങ്കിലോ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാലമായിട്ട് മാറാനും അത് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അവിടെ മനസ്സിലാക്കുക. ദെൻ ട്രേഡിങ്ങിന് അറൗണ്ട് വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ റെക്കോർഡിക്കലാണ്. ഓരോ ട്രേഡറും എത്ര രൂപ ലാഭം ഉണ്ടാക്കുന്നു, എത്ര രൂപ ചാർജസ് കൊടുത്തിട്ടുണ്ട്, എത്ര രൂപ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ കണക്കുകളും റെക്കോർഡിക്കലാണ്. സോ അതിന്റെ ഡാറ്റ കുറച്ചും കൂടെ ആക്യുറസി ആയിട്ട് വരും. മറ്റു ബിസിനസ്സുകൾ ചിലപ്പോൾ അത്ര ആക്യുറസി ആയിട്ട് വരില്ല. മറ്റു ബിസിനസ് ചെയ്യുന്ന മെജോറിറ്റി ബിസിനസ് നഷ്ടം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ഇനി ബിസിനസ്സേ ചെയ്യരുത് എന്ന് പറയുന്ന ലോജിക്കാണ് മനസ്സിലാവാത്തത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഡീല്, അതുപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, മണി ലോണ്ടറിങ്ങിലേക്കൊന്നും പോകരുത്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും അതിനെ എഗ്രി ചെയ്യുന്നു. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഡീലും അതുപോലെ തന്നെ മണി ലോണ്ടറിങ് പോലുള്ള ആക്ടിവിറ്റിയിലേക്കൊന്നും പോകരുത്. പക്ഷേ ആ ഡ്രഗ് ഡീലും മണി ലോണ്ടറിങ് ആക്ടിവിറ്റി പോലെ അതിനോട് കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ട്രേഡിംഗ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ട്രേഡിംഗ് ഇവിടെ ലീഗലി നമ്മൾ ചെയ്യുന്നതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽത്ത് ജനറേറ്റ് ചെയ്യാനുള്ള ബെറ്റർ ടൂളായിട്ട് നമുക്ക് ട്രേഡിങ്ങിനെ മാറ്റി നിർത്താനും പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റബിൾ ആകുന്ന ഒരു ട്രേഡർ അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യലി ഒരു ഫ്രീ എത്രത്തോളം ആയിരിക്കും? കയ്യിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റൽ വെച്ച് എനിക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അത് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഉള്ള ഒരു ട്രേഡർ എത്രത്തോളം സമാധാനത്തോടു കൂടെ ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? നിങ്ങൾ ഏതൊരു ജോലി ചെയ്തോട്ടെ, ഏതൊരു ബിസിനസ് ചെയ്തോട്ടെ, ഡെഫിനറ്റ്ലി നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട ഒരു സ്കില്ലാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു പാസീവ് ഇൻകം ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിലൂടെ തന്നെയൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൽ സക്സസ് ഉണ്ടാവണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ആ ഒരു സ്കില്ല് നമുക്ക് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ജോലിയും എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും കുറച്ചും കൂടെയൊക്കെ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ട്രേഡിങ്ങും ഡ്രഗ് ഡീലും അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ഒന്നും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ് അതിനറൗണ്ട് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ എങ്ങനെ ചെയ്യാൻ കാരണം, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ട്രേഡിംഗ് എന്നുള്ള മേഖലയിലേക്കുള്ള അവരുടെ എക്സ്പോഷർ അവിടെ വെച്ച് ക്ലോസ് ആവുകയാണ്. അങ്ങനെ അതിൻ്റെ എക്സ്പോഷർ കിട്ടാതെ പോകരുത്. ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിന് അറൗണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് സാധാരണക്കാരനിലേക്കൊക്കെ എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം, 2 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അതുമാത്രം നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു ചെറിയ ഷോട്ടാണല്ലോ സർക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ ഷോട്ടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെയും ഹെൽത്തി കമൻറ്റുകൾ, ഹെൽത്തി ക്രിട്ടിസൈസം കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.